ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു ലഞ്ചും ഒരു ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കിയാലോ? തുടങ്ങാം. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നല്ലൊരു അടിപൊളി കാപ്പിയിൽ നിന്ന് തുടങ്ങിയാലോ. ഒരു കാപ്പി കുടിച്ചാലേ അയക്കുക ഒരു ദിവസം ഉഷാറാവുള്ളൂ കേട്ടോ. കാപ്പി ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഞാൻ കാപ്പി മുടക്കാറില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി കാപ്പി ഇട്ടിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം നുറുക്കി വയ്ക്കുകയാണ്. ഉരുളക്കിഴങ്ങ്, ഉള്ളി, വെള്ളരിക്ക, കുറച്ച് മത്തങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് തേങ്ങ ഉടയ്ക്കാം, തേങ്ങ ചെരുകാനുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട കറിവേപ്പില ഞാൻ നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്നാണ് പൊട്ടിക്കുന്നത് കേട്ടോ. ഞാൻ ആവശ്യത്തിന് മാത്രമേ പൊട്ടിച്ചെടുക്കുകയുള്ളൂ, ഒരുപാട് പൊട്ടിച്ച് വെക്കാറില്ല കേട്ടോ. അതിനുശേഷം കുക്കറിൽ നമ്മൾ കഷ്ണങ്ങൾ വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ അരപ്പിനുള്ള തേങ്ങ ചെരുകിയെടുക്കുക. തേങ്ങ, കറിവേപ്പില, ചെറിയ ഉള്ളി, ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചേർക്കും കേട്ടോ. അതിനുശേഷം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഉലുവിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ തേങ്ങ നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങക്കായ ചേർക്കുക. അതെല്ലാം വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളി ഉണ്ടല്ലോ, ആ പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുളി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ കുറവുണ്ട് നോക്കി നോക്കുക. ഞാനൊരല്പം സാമ്പാർ പൊടിയും ചേർക്കും കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ സ്വല്പം ചേർക്കാറുണ്ട് സാമ്പാർ പൊടി. അവസാനം കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർക്കുക. പിന്നെ നമ്മൾ കടുകും മുളകും വറുത്തിട്ട സാമ്പാർ റെഡി. ഇന്ന് നമുക്ക് ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി നന്നായിട്ട് മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തൂക്കിയിട്ട് ഇഡ്ഡലി മാവ് ഒഴിച്ച ശേഷം നമുക്ക് ഇഡ്ഡലി വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ഇങ്ങനെ സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ട് നല്ല അടിപൊളി ഇഡ്ഡലി റെഡി ആയിരിക്കണം. ഇനി നമുക്ക് ഉപ്പേരിക്ക് മുളപ്പിച്ച പയറാണ് കേട്ടോ. ഞാനിതുപോലെ ഇടയ്ക്ക് മുളപ്പിച്ച പയറുപ്പേരി ഉണ്ടാക്കാറുണ്ട്. സാധാരണ മിക്സഡായിട്ടാണ് ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ ചെറുപയർ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കുക്കറിൽ കുറച്ച് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കുക. വറുത്തിടാൻ ഞാൻ ചെറിയ ഉള്ളി എടുക്കുന്നത്, വലിയ ഉള്ളിയാണ് ചേർക്കുന്നത്, സവോളയാണ് കേട്ടോ. കറിവേപ്പിലൊക്കെ നന്നായിട്ട് വറുത്തെടുക്കാം. പിന്നെ നമുക്കിന്ന് കുറച്ച് ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ചക്കലിശ്ശേരിയും കൂടി ഉണ്ടാക്കിയാലോ. അപ്പോൾ ചക്കലിശ്ശേരി ചക്ക ഇതേപോലെ കുക്കറിൽ വേവിച്ചെടുക്കുക. അരപ്പിന് ഞാൻ തേങ്ങ, നല്ല ജീരകം, 2 ചെറിയ ഉള്ളിയും ചേർക്കും. നന്നായിട്ട് അരച്ചെടുത്തിട്ട് എടുത്ത് വെക്കുക. കുക്കറിൽ നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാൽ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് കൊടുക്കുക. ചക്കലിശ്ശേരിയും റെഡി ആയിരിക്കണം കേട്ടോ. അവസാനം കുറച്ച് നമ്മുടെ കറിവേപ്പില അതിൻ്റെ മുകളിലിട്ട് കൊടുത്ത് അടച്ച് വെക്കുക. തുറക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ കുറുവയാണ് കേട്ടോ. നല്ല കുറുവ റൈസും സാമ്പാറും നമ്മുടെ ചക്കലിശ്ശേരിയും മുളപ്പിച്ച പയറുപ്പേരിയും അച്ചാർ ഞാൻ ഉണ്ടാക്കിയതല്ല, അച്ചാറും പപ്പടും കൂട്ടിയ പിടിച്ചാൽ അടിപൊളിയാണ്. സാധാരണ ഞാൻ മുളപ്പിച്ച പയറിൽ എല്ലാം ചേർക്കൂട്ടോ, നമ്മളുടെ കടല, മണിപ്പയർ, മുതിര. ഇന്നിപ്പോൾ ചെറുപയർ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണല്ലോ. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിപ്പിടിച്ച് നല്ല സംഭവം അടിപൊളി ഉഷാറ് ഊണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.